സകല സൃഷ്ടിയുടെയും ഉടയവനാണ് ദൈവം. അവൻ നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തികൾ നാം അവസാനത്തോളം തികയ്ക്കണം എന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, എന്താണ് കർത്താവ് നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി? നാം ഏവരും ക്രിസ്തുവെന്ന തലയോളം വളർന്ന് ദൈവഭക്തിയിലും കൃപയിലും നിലനിൽക്കുക എന്നതാണ്. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാക്കി തൻ്റെ രാജ്യത്തിന് കൂട്ടവകാശികളാകുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനാകുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതെ, നാം ഓരോരുത്തരും സൽഗുണപൂർണനായി തീർന്നുകൊണ്ട് ദൈവിക സൃഷ്ടിയിൽ നിലനിൽക്കുക മാത്രമല്ല, പാപക്ഷമയുടെ ഗുണങ്ങൾ നിലനിർത്തി ദൈവിക ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നാം മുൻപോട്ട് പോകുക. നാം പ്രാപിച്ചു എന്നല്ല, പിടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് പിമ്പിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിനെ കാഞ്ഞും കൊണ്ട് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം പറയും പ്രകാരം മുമ്പിലുള്ളതിലെ കാഞ്ഞും കൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടുകൂടി നാം ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മെ ദൈവം വിളിച്ചതും നമ്മെ ആക്കി വച്ചിരിക്കുന്നതും. നാം നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയും മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നിയോഗങ്ങളെക്കുറിച്ച്, കാഴ്ചപ്പാടുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ഉത്തരവാദിത്തം ഉണ്ടാകണം. അത് നിലനിർത്തുവാൻ കഴിഞ്ഞാൽ ദൈവം നമ്മെ നല്ലവനും വിശ്വസ്തനുമെന്ന ദാസനെ എന്ന് വിളിക്കുവാനിടവരും. അത് നിലനിർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവിക മർമ്മങ്ങളും അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തികൾ വിശ്വസ്തയോടെ തികയ്ക്കുവാൻ തക്കവണ്ണം അതെ, നാം ഓരോ ദിവസവും മുൻപോട്ട് പോവുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. പിടിച്ചുവെന്നല്ല, പിടിക്കാമെന്ന് വിചാരിച്ച് ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ അന്ത്യം വരെയും വിശ്വസ്തതയിൽ നമ്മെ വഴി നടത്തും.